ഞാൻ മുളക്, പുളി, പച്ചമുളക്, മഞ്ഞൾ, ഉപ്പ്, തേങ്ങ എല്ലാം കൂടെ ഇട്ടിട്ട് ആട്ടിയതാട്ടോ. എല്ലാം കൂടെ ഇട്ടുകൊണ്ട് മിക്സിയിലിട്ട് ആട്ടിയിട്ട് നല്ലോണം തിളയ്ക്കുന്നുണ്ട്. നല്ലോണം ഇതൊന്ന് വേവട്ടെ. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് ഉലുവൻ്റെ മണി ഇട്ടിട്ടുണ്ട് കേട്ടോ, പൊടിയല്ല. അങ്ങനെ നല്ലോണം തിളച്ച് വെന്തതിൻ്റെ ശേഷം നമുക്ക് ഞാൻ കാട്ടണത് തന്നെയാണ്. പക്ഷെ ഇന്നത്തെ കറി കാട്ടണമല്ലോ, പറയണമല്ലോ അല്ലേ. വേറെന്താണ്, എല്ലാവർക്കും വിശേഷ സുഖമല്ലേ? സുഖമായിരിക്കട്ടെ, സുഖവും സമാനവും സന്തോഷം ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ അത് നല്ലോണം ഒന്ന് ഉപ്പും പുളിയൊക്കെ ഞാൻ നോക്കിയാട്ടോ, നല്ല ഉപ്പും പുളിയൊക്കെ ഉണ്ട്. ഇനി നമുക്ക് മുറിച്ച് വെച്ച് തളയനാണ് കേട്ടോ, തളമീനാണ്. ഇതതിൻ്റെ പഞ്ഞിയാണത്. ഇത് നമുക്കൊന്നും കൂടെ അത് പറിച്ച് വെന്തതിൻ്റെ ശേഷം ഈ തളയൻ നമുക്ക് അതിലിട്ട് കൊടുക്കണേ. നല്ലോണം വേവട്ടെ. പിന്നെ ഇതിലേക്ക് നമുക്കിതാ കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. കരിവേപ്പിൻ്റെ ഇല ഞാൻ ആദ്യം കുറച്ച് ഇട്ടതാണ് കേട്ടോ. നമുക്ക് മീൻ ഇട്ട് കൊടുക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് തീ കിണുകിണാണ് കത്ത്. അങ്ങനെ ഇതൊന്ന് കിടന്ന് വേവട്ടെ. ഇനി നല്ലോണം ഒന്ന് തിളച്ച് വേവട്ടെ കേട്ടോ. ഓക്കെ മക്കളെ. ഇതാ എല്ലാം തിളയ്ക്കുന്നുണ്ട്. എല്ലാം തിളച്ച് വേവട്ടെ. ഒന്ന് വെന്തോട്ടെ. മീന് നല്ല അടിപൊളിയാണ്. നമ്മളെ പഞ്ഞൊക്കെ വെന്ത് സുറുണ്ട് പോയി. ഇതാ ചുള്ളാത്തത് പഞ്ഞൊക്കെ ഒന്നും കൂടെ വേവട്ടെ കേട്ടോ. മീനൊന്ന് ഇതിൽ കിടന്നൊന്ന് നല്ലോണം തിളച്ച് വേവണം. ഇതിന് നമ്മൾ പറയുക ഇതിന് തളയനെന്നാണ് കേട്ടോ. നിങ്ങളെന്താ പറയാനറിയില്ല. തളമീൻ എന്നാണ് പറയുക. നല്ലോണം ഒന്നും കൂടെ വേവട്ടെ. എല്ലാം വന്നിട്ടൊന്നും കൂടെ വേഗട്ടെ. അങ്ങനെയുണ്ട് കറി. നല്ലോണം തിളച്ച്. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് കുറവാണ് മക്കളെ. 4-5 കൊല്ലമായി ഞാൻ തുടങ്ങിയിട്ട്. ഇതുവരെ നമുക്ക് പൈസ ഒന്നും കിട്ടിയില്ല. അപ്പോൾ മോർണിംഗ് ആയിട്ടേ ഉള്ളൂ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പ്ലീസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.